നമസ്തേ. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മളൊരാളുടെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക, അയാൾക്ക് പ്രോപ്പർ ഐ കോണ്ടാക്റ്റ് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ പല ഡിസോർഡേഴ്സും ഡയഗ്നോസ്ഡ് ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങളെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്ടിസം, ADHD അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് കണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർക്കത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാത്തത് എന്നൊരു വലിയൊരു ചോദ്യമാണ് അല്ലേ. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ADHD പോലെയുള്ള കണ്ടീഷൻ ഉള്ള ഒരു കുട്ടിയെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്രയും അവർ മനഃപൂർവ്വം നോക്കാതിരിക്കുന്നതല്ല, പക്ഷെ അവർക്ക് ആ അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ആ പ്രോപ്പർ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തത്. എന്നാൽ ഓട്ടിസം പോലുള്ള ഡിസോർഡേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു സെൻസറി ഇൻറ്റഗ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്, അവർക്ക് ആ ഒരു വിഷൻ എന്നുള്ളൊരു സെൻസറി പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അല്ലെങ്കിൽ പല ബ്രെയിൻ ഏരിയാസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തതായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സോഷ്യൽ ക്യൂ, എങ്ങനെയാണ് മുഖത്തേക്ക് നോക്കി സംസാരിക്കേണ്ടത്, ഒരു കോൺവെർസേഷൻ്റെ അത്യാവശ്യമായിട്ടുള്ളൊരു പാർട്ടാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവാതിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടിസം പോലുള്ളൊരു കണ്ടീഷനൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻറ്ററാക്ഷനൊക്കെ അവർക്കൊരു ഡിഫിക്കൽട്ട് പാർട്ട് ആയതുകൊണ്ട് തന്നെ അവരൊന്ന് പുറകിലേക്ക് വലിഞ്ഞായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് മുഖത്തേക്ക് നോക്കുക എന്നുള്ളത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിട്ടും തോന്നുന്നുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐ കോണ്ടാക്റ്റിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഐ കോണ്ടാക്റ്റ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 1-2 ടിപ്സാണ് പറയുന്നത്. പ്രധാനമായും കുട്ടികളുടെ കൂടെ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ അക്കാദമിക് വർക്ക്സ് ചെയ്യാനിരിക്കുകയാണ്, അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ടൈമിൽ കൂടുതലും അവരുടെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓപ്പോസിറ്റായിട്ട് ഇരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഒരു ഹെഡ് ലെവൽ, അവരിയ്ക്കുന്ന ആ ഒരു ഹൈറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഹെഡ് അവർ കറക്റ്റായിട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് വേണം അവർക്ക് ഐ കോണ്ടാക്ട് കിട്ടുക. അവർ സ്ട്രെയിറ്റ് ആയിട്ട് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഐ കോണ്ടാക്ട് കിട്ടാൻ പാകത്തിന് വേണം നമ്മളും അവരുടെ ഒപ്പം ഇരിക്കാൻ. നമ്മളൊരു ഹൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുകയും കുട്ടി ഒരു ചെറിയ ചെയറിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് മൂലം കൊണ്ട് കുട്ടിക്ക് കറക്റ്റായിട്ട് കണ്ണിലേക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ എപ്പോഴും ഒരു ഹെഡ് ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ ഒരു കാര്യമാണ്, മിക്ക തെറാപ്പി സെൻറ്ററുകളിലും ഇപ്പോൾ ഓട്ടിസം പോലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ വരുന്ന കുട്ടികളുടെ വീടുകളിലും പാരൻസും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫേഷ്യൽ പാർട്സിൽ സ്റ്റിക്കേഴ്സ് സ്റ്റാമ്പ് ചെയ്തിട്ട് അവിടേക്ക് നോക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സ് സ്റ്റാമ്പ് ചെയ്യും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഐ കോണ്ടാക്റ്റ് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ടും ഈ മൂക്കിൻ്റെ ഈ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ഹെഡിൻ്റെ കറക്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ ഐബ്രോസിൻ്റെ കറക്റ്റ് ഈ 2 പോയിന്റ്സിൽ, അത്തരത്തിലുള്ള ഏരിയാസിൽ സ്റ്റിക്കേഴ്സ് സ്റ്റാമ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ആ ഒരു കറക്റ്റായിട്ട് കണ്ണിലേക്ക് നോക്കാതെ തന്നെ ആ സറൗണ്ടിങ് ഏരിയയിലേക്ക് നോക്കാനായിട്ട്, കൂടുതൽ നേരം സസ്റ്റെയിൻ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ആ അൺകംഫർട്ടബിൾ ഫീലിംഗ് കുറേ കൂടെ ഒഴിവായി കിട്ടുകയും ചെയ്യും. അതോടൊപ്പം പേരും കൂടെ വിളിച്ച് ആ കുട്ടീനെ കറക്റ്റായിട്ട് ആ അട്രാക്ഷൻ, ആ ഒരു ഏരിയയിലേക്ക് ആ ഒരു അട്രാക്ഷൻ വരുത്തുകയാണെങ്കിൽ കുട്ടിക്ക് കുറച്ച് നേരം കൂടി ആ ഒരു ഐ കോണ്ടാക്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീടുകളിൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഐ കോണ്ടാക്ട് പ്രോപ്പറായിട്ട് തരാൻ പറ്റാത്ത കുട്ടികളുടെ പാരൻസ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അവരുടെ ഐ കോണ്ടാക്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. താങ്ക് യു.